நெய்த கண்ட உன் கை விரல் அழகில் உன்னை கண்ட അടുത്തടുത്ത സോങ്ങാണ്, പക്ഷെ ഇത് കുറച്ച് വേറെ സ്റ്റൈലാണ്. കാരണം തുടങ്ങിയത് തന്നെ അങ്ങനെയല്ലേ. അത് മാത്രല്ല, തുടങ്ങിയത് തന്നെ ആ ഒരു സോങ്ങിലോട്ട് കറക്റ്റ് പ്ലേസ് ആയിരുന്നു. ഓ, ദേവയാനി വരുന്നുണ്ട്. തരംഗിണി പെങ്ക തേടും വകை தெரியுமடி. പത്മിനി തരംഗിണി അടിയത്തിനി സിത്തിനി പത്മിനി തരംഗിണി പെങ്ക തേടും വകை தெரியுമടിയേ. അതും താടി പിടിച്ചിട്ടാണ് വീശ് മാത്രം വെച്ചിട്ട് നല്ല രസമുണ്ട്. വീശ് വെച്ചിട്ട് ലുക്ക് മാറ്റിയല്ലേ. ഭയൊക്കെ കുറഞ്ഞു പറഞ്ഞില്ലേ. പാട്ടായിരുന്നു എല്ലാത്തിനും ബീജിയം നല്ല ഇമ്പോർട്ടൻസ്. വൈഫും പെങ്ങളും പോയൊരവസ്ഥ കാണിച്ചല്ലോ. പോലീസ് ലുക്കിലാണ് വന്നിട്ടുണ്ടല്ലേ. പണിയെടുക്കുന്ന ടോം. ഓ, പൈസേനെ കാണിയത്. കൊമ്പിനിൽ കുരിഞ്ചി കണ്ട് ഉൻ കാലയിലയിൽ മരുതം കണ്ട്
கண்களில் நெய்த கண்ட உன் கை விரல் அழகில் உன்னை கண்ட നല്ല കോസ്റ്റ്യൂംസ് இல்லாத கலை கற்று பார்ப்போம் வா. கூடிய பெரிகையில் சூரியன் பார்ப்போம் வா. അങ്ങനെയാണ് ആളെ ചിന്തിക്കുന്നത്. പല്ലിനും കണ്ണങ്കിലും ഇടയിലും തിന്നലും പക്ഷെ നല്ല രസമുണ്ടല്ലേ ആ visual. അടവല്ലിനും ഇടയിലും എല്ലിലും നാടപ്പൂച്ചലിട ശിവന്തനം. ഇത് കാണിച്ചാട്ടോ ഷോട്ടൊക്കെ സംഭവം എന്താ പറയാ ആ ഒരു അടുത്തടുത്ത് 2 സോങ് പക്ഷെ ആ എനിക്ക് മറ്റേ ഫസ്റ്റ് സോങ്ങിനേക്കാൾ ഇഷ്ടപ്പെട്ടു ഈ സോങ്. രണ്ടാമത്തെ song അല്ലേ? അതായത് ഈ സോങ് എന്ന് പറയുന്നത് എന്തോ ആ ഒരു തീം വൈസ് ആണെന്നുണ്ടെങ്കിലും എന്തോ ഭയങ്കര ഒരു രസമുണ്ട് കാണാൻ. അതായത് ആ ഒരു ഇപ്പൊ കാണിച്ചിരിക്കുന്ന ആ ഒരു കഥയായിട്ട് നല്ലോണം കണക്ട് ചെയ്യുന്ന രീതിയിൽ ആ സോങ് വന്നേക്കണേ. എന്റെ അവസാനത്തെ ആ സോങ്ങിന്റെ എൻഡ് ചെയ്യുന്ന അങ്ങനെ തന്നെ കുത്തുന്ന രീതിയിൽ കാണിക്കുകയും ചെയ്തു. അത് ആളുടെ ഫുൾ ഇമാജിനേഷൻ ആണ്, ഇങ്ങനെയൊക്കെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളെ കാണിക്കുകയാണ് പുള്ളിയുടെ ആ ഒരു ഇമാജിനേഷൻ സംഭവങ്ങളൊക്കെ പോകുന്ന വഴി വേറെയാണെന്നുള്ളത്. ഇനി എന്തായി തീരാവുന്നത്. പിന്നെ ശരിക്കും ആ ഒരു മറ്റേ സോങ്ങും അങ്ങനെ തന്നെ കേട്ടോ. മറ്റേ സോങ് വേറെ വെറൈറ്റി സോങ് ആയിരുന്നു. കാരണം അതിനകത്ത് എനിക്ക് മ്യൂസിക് ആണ് കുറച്ചുകൂടി music ഒരു ഇഷ്ടപ്പെട്ടത്. രക്ഷയില്ലാട്ടോ. ആ ഒരു ബീറ്റും സംഭവങ്ങളൊക്കെ അതാണ് കുറച്ചുകൂടി. മറ്റേ പോർഷൻ വരുന്ന സമയത്ത് അത്ര ഇല്ല സംഭവം വരുന്നില്ല. പക്ഷെ എന്നാൽ ആ ഒരു ബീറ്റ് ഒരു രക്ഷയില്ല. ആ ഒരു എന്നുള്ള അറിയില്ല IPL മോഡ് അല്ലെങ്കിൽ ഒരു ഫുട്ബോൾ ഫുട്ബോൾ മോഡൊക്കെ തോന്നുന്ന രീതിയിലുള്ള സംഭവമായിരുന്നു. അതായത് പുറത്തുള്ള ഏതോ കൺട്രിയിലുള്ള ഒരു ഫോക്ക് സോങ്ങിന്റെ ഒരു ഫീൽ സംഭവം ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ കുറെ സ്ഥലത്തില്ലേ ടോം ആൻഡ് ജെറി നമ്മൾ മുന്നേ പറയുന്നുണ്ടായിരുന്നു. പക്ഷെ ഇതിന്റെ അകത്ത് കുറച്ചും കൂടി അത് കാണിച്ച ആ കാറിലെ സീൻ അല്ലെ, ആ ഒരു BGM ഒക്കെ. പിന്നെ അതുപോലെ തന്നെ ജെറവട്ട പോയി നോക്കി ഏകദേശം ടോമിന്റെ ഫേസ് തന്നെ ഉണ്ട് അവർ കാണിക്കുന്ന സമയത്തൊക്കെ. അപ്പൊ നമുക്ക് നെക്സ്റ്റ് സീനിൽ കാണാൻ ഏകദേശം എനിക്കൊരു ക്ലൈമാക്സിനോട് ഇങ്ങനെ അടുക്കുകയാണ്. അപ്പൊ നിങ്ങൾക്ക് നോക്കാം എന്താ ഇനി വരാൻ പോകുന്നത്. അത്രേ ഉള്ളൂ.